നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. ഇമ്പ്രൂട്ടാ, എന്തോ പറ്റി? അവൾ ഇട്ടേച്ച് പോയി. കുറേ വിഷമങ്ങളുണ്ടെന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടു. പാട്ട് പാടുന്നതും വിഷമിച്ച് നടക്കുന്നതും എല്ലാം. അപ്പൊ കുറെ കഥകൾ പറയാനുണ്ടല്ലോ. ഈ ജിംബ്രൂട്ടൻ ആരാന്നുള്ളതെല്ലാം നമുക്ക് കാണാം. ജിംബ്രൂട്ടാ, ഇപ്പൊ കാണാല്ലേ? പൊന്നാവു, എന്തുവായിരുന്നേ പ്രണയം ശരിക്കും ഉണ്ടായിരുന്നോ ജീവിതത്തിൽ? ഉണ്ടായിരുന്നു. അത് കല്യാണം കഴിച്ചു. അതിന് തന്നെ കല്യാണം കഴിച്ചു. അതെ അതെ അതെ. ഈ പ്ലാസ്റ്റിക് കവർ കൊണ്ടും ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ടും ഒരു ശബ്ദം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയത് എപ്പോഴായിരുന്നു? നമ്മുടെ എയ്റോപ്ലെയിൻ പൊങ്ങുമ്പോൾ ഒരു ശബ്ദമുണ്ട്. ഓക്കെ. താങ്ക് യു. ബുള്ളറ്റായി, ആപ്പയായി, ട്രെയിനായി, തീയായി. ടെലിവിഷനിൽ ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നത് എവിടെ നിന്നായിരുന്നു? അത് കൈല ടി വി എന്നാണ്. ഓക്കെ, അവിടുന്ന് തുടക്കം കുറിച്ച് പിന്നീട് പിന്നീട് ഇതുപോലെ തന്നെ സൂര്യ, ഏഷ്യനെറ്റ്, മഴവിൽ മനോരമ. നിന്നെ കൊണ്ടൊക്കെ ഇത് പറ്റുവോടാ, ഈ പ്ലാസ്റ്റിക് കവറും കൊണ്ട് നീ നടക്കുക, നീയൊക്കെ ഒരു കലാകാരനാണോടാ എന്ന് വരെ നോക്കി ചോദിച്ച ആളുകളുണ്ടോ ജിനേഷ്? ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് പണ്ടൊക്കെ. കൂടുതൽ ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ പൈസ പറയാതെ ജിനേഷ് സെറ്റാക്കാന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴും എനിക്കെന്ന് പറയാം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഫാമിലിനാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അവരില്ലെങ്കിൽ നമുക്ക് ഈ കലാരംഗത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും. അമ്മച്ചിക്ക് അസുഖമാണ്, അമ്മച്ചിക്ക് ഒരു മെൻ്റൽ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് പണ്ട് മുതലേ അമ്മച്ചിന്ന് പറയുന്ന അമ്മയാ? എൻ്റെ സ്വന്തം അമ്മ. അപ്പൊ നമ്മുടെ ജിംബ്രൂട്ടൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല, ജിനേഷ് ചന്ദ്രബോസ്. നമസ്കാരം. നമസ്കാരം. എന്റെ പൊന്നാവു, എന്തുവായിരുന്നേ പ്രണയം ശരിക്കും ഉണ്ടായിരുന്നോ ജീവിതത്തിൽ? ഉണ്ടായിരുന്നു. അത് കല്യാണം കഴിച്ചു. അതിന് തന്നെ കല്യാണം കഴിച്ചു. അതെ അതെ അതെ. അത് വലിയൊരു ഭാഗ്യം അല്ലേ? തീർച്ചയായിട്ടും. സ്നേഹിച്ച ആളെ വിവാഹം കഴിക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. സത്യം. ഇന്ന് ജിംബ്രൂട്ടനായിട്ട് നടക്കുമ്പോൾ ഞാൻ വരെ കരഞ്ഞു പോയി. ആ ജിംബ്രൂട്ടൻ ആ ഒരു ഭംഗിയുണ്ടല്ലേ? കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു രൂപം. എത്ര വർഷമായിട്ട് ജിനീഷ് ഈ ഫീൽഡിലുണ്ട്? മൊത്തം ഒരു പറഞ്ഞപ്പോൾ ഒരു 10-35 വർഷത്തിൻ്റെ അടുത്തുണ്ടായി ഉണ്ട്. മറ്റ് മിമിക്രി കലാകാരന്മാരിൽ നിന്ന് ജിനീഷിനെ വ്യത്യസ്തനാക്കുന്നത് സ്വന്തം ശൈലിയും സ്വന്തം കഴിവും തന്നെ അല്ലേ? എപ്പോഴും വ്യത്യസ്തതയാണല്ലോ അല്ലേ നമ്മൾ കൊണ്ടുവരേണ്ടത്? തീർച്ചയായിട്ടും. ഇപ്പോൾ മിമിക്രിയുടെ കാലഘട്ടം എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് കലാകാരന്മാർ നമുക്കൊരു പാഠമായിട്ടുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ നമ്മൾ കളയുന്ന പ്ലാസ്റ്റിക് കുപ്പി ആയിക്കോട്ടെ, കവർ ആയിക്കോട്ടെ, ഇതെല്ലാം വെച്ച് എനിക്ക് മിമിക്രി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് കവർ കൊണ്ടും ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ടും ഒരു ശബ്ദം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയത് എപ്പോഴായിരുന്നു? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ, പണ്ട് കാലം തൊട്ടേ. അപ്പം 4 പഠിക്കുമ്പോൾ തന്നെ സ്കൂളിൽ ബെഞ്ചിൽ വെച്ചിട്ടേ നമ്മൾ ചുമ്മാ ഇങ്ങനെ കൊട്ടും. താളം പൊട്ടുമ്പോൾ നമുക്കത് ശബ്ദം ഉണ്ടെന്ന് അറിയാലോ. ഓക്കെ. അപ്പം അങ്ങനെ ശബ്ദങ്ങൾ ഓരോ കവറിന് ഓരോ ടോണാണ്. അപ്പം മരട് വെടിക്കെട്ട് അവിടെ ഒരു ഹൈലൈറ്റ് ആണ്. മരടല്ല, മൊത്തത്തിൽ മരട് വെടിക്കെട്ട്. അപ്പം തന്നെ ആ പ്ലാസ്റ്റിക് കവർ ചെയ്യുമായിരുന്നു പണ്ട് മുതലേ. ഓക്കെ. പക്ഷെ അത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് നമുക്കത് പറ്റിയത്. അങ്ങനെ അന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോന്ന് നോക്കി ഇപ്പം അത് എങ്ങനെയാണ് അതൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കിയാണ് ഇപ്പം ഇത്ര ആയത്. അതിൻ്റെതായ സമയമുണ്ട് ദാസ അല്ലേ? അത് സത്യം. അതാണ്. അപ്പൊ നമുക്ക് വെടിക്കെട്ടിയും തുടങ്ങാം. പൂരം കൊടിയേറി മക്കളെ, അപ്പൊ തുടങ്ങിയോ? ഞാനിപ്പോ വെടിക്കെട്ടി തുടങ്ങട്ടെ. സാമ്പിളാണോ അമിട്ടാണോ? ഇല്ല, നമുക്ക് കൂട്ടവെടി, നമ്മുടെ മാലപ്പടക്കം തുടങ്ങാം. അപ്പം പിടച്ചോ? ഓക്കെ. ഇതൊക്കെ നമ്മൾ കവറുകളാണ് കേട്ടോ. നമ്മൾ ഈ 5 കിലോ ഇതെല്ലാം നമ്മൾ കൊണ്ട് കളയുന്ന സാധനങ്ങളാണ്. തീർച്ചയായിട്ടും. വെറുതെ കൊണ്ട് കളയുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഈ ഗുണ്ടാണ് കേട്ടോ. ഗുണ്ട്. മാലപ്പടക്കത്തിൽ ഇടക്ക് പൊട്ടുന്ന ഗുണ്ടാണ്. അപ്പൊ ഗുണ്ട് സെറ്റ് ചെയ്തല്ലേ? ഗുണ്ട് സെറ്റ് ചെയ്ത്. ഇനി മാലപ്പടക്കമാണ് നമ്മൾ ഈ വേസ്റ്റ് പേപ്പറാണ്. ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് ബാക്കി കളയുന്ന പേപ്പറൊക്കെയാണ്. അപ്പോൾ ഞാൻ തുടങ്ങാം.
എന്താ ജിനീഷ് ദേ അടുത്ത പള്ളിപ്പരിപാടി ഞാൻ ബുക്ക് ചെയ്ത് കേട്ടോ. 1 രൂപ ചെലവില്ല, മാലപ്പടക്കം വേണം, ജിനീഷിനെ വിളിച്ചോ. സെറ്റ് കേട്ടോ. അപ്പൊ ഈ ഒരു ഐഡിയ വന്ന എങ്ങനെ ജിനീഷേ? അതിപ്പം ഞാൻ പറയാം, ഈ കവറുകൾക്കും പലതിനും പല ടോണാണ്. ഓക്കെ. അപ്പം നമുക്ക് ആ ടോണുകൾ വെച്ച് നോക്കുമ്പോൾ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ കുറെ ചെക്ക് ചെയ്യും. അങ്ങനെയാണ് സംഭവം കിട്ടുന്നത്. കാരണം ഇത് ഒരു ദിവസം പൊട്ടി വീണ് മുളച്ചതൊന്നും അല്ല. ഒരുപാട് കവറുകൾ എടുത്ത് ഏതൊക്കെ ടോണാണ് തിരിച്ചറിഞ്ഞ് ഫൈനലി വന്നതാണല്ലോ ഇപ്പം കണ്ടത്. ഉറപ്പായിട്ടും. അപ്പൊ എത്ര നാളത്തെ കഷ്ടപ്പാടുണ്ടായിരുന്നു? അത് ഞാൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഇപ്പോഴുള്ള കുറെ പ്ലാസ്റ്റിക് കവറിൽ ആ ടോണുകളൊന്നും കുറെ കിട്ടത്തില്ല പണ്ടത്തെ പോലെ. പണ്ട് നമ്മൾ ഈ ടെക്സ്റ്റൈലിൽ നിന്ന് വാങ്ങുന്ന കവറിലാണ് മാലപ്പടക്കത്തിന്റെ കറക്റ്റ് സാധനം കിട്ടുന്നത്. ഇപ്പം അതില്ല. ഇപ്പം ആ സൗണ്ട് കൂടുതൽ ആ ടെക്സ്റ്റൈൽ അങ്ങനത്തെ സംഭവം ഇല്ല. ഏതായാലും ഇത് പൊളിച്ചു കേട്ടോ. താങ്ക് യു. ഒന്നും പറയില്ല. പിന്നെ അടുത്ത് എന്തുവാ? അപ്പം അടുത്തതേ നമ്മുടെ എയ്റോപ്ലെയിൻ പൊങ്ങുമ്പോൾ ഒരു ശബ്ദമുണ്ട്. ഓക്കെ. അത് നമ്മുടെ ഈ മാസ്കിൻ ടേപ്പ് ഉണ്ടല്ലോ, ഈ പെയിന്റ് പണിക്കാരൊക്കെ ഉപയോഗിക്കുന്നത്, ആ മാസ്കിൻ ടേപ്പിൽ നമുക്ക് ആ ശബ്ദം നോക്കാം. കേൾക്കാം. പൊങ്ങാൻ പോവാ. പൊങ്ങാണ്. ആ താങ്ക് യു. പേരെടുത്ത് വിളിക്കാം കേട്ടോ ജിനീഷെ, ഒരു അനുഗ്രഹീത കലാകാരൻ. താങ്ക് യു. ഒരുപാട് സന്തോഷം. പൊങ്ങി. അതെ, അതങ്ങനെ പൊങ്ങി അങ്ങ് പോകുന്നത്. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ ഈ വേസ്റ്റാക്കിൽ നിന്ന് പേപ്പറുണ്ടേ. പഴയ കാലങ്ങളിൽ നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ പേപ്പറിൽ. അതെ. ഭയങ്കര ശബ്ദം കൂടുതലാണ്. അപ്പം നമുക്കിതിൽ ഈ ട്രെയിൻ പോകുന്ന ശബ്ദമുണ്ട്. അപ്പം അത് നമുക്ക് നോക്കാം. അങ്ങനെ പോകും. പടക്കത്തിൽ തുടങ്ങി ട്രെയിനും പോയി. അങ്ങനെ പോയി. ഒരു രക്ഷയില്ല കേട്ടോ. ഓക്കെ ഓക്കെ. ഇത് ഓരോ പരിപാടി കഴിയുമ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുക ശരിക്കും. അപ്പം ഞാൻ ഇനിയും ചോദിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം കവറുകൾക്ക് വ്യത്യാസങ്ങൾ വരുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും. അപ്പം ഇപ്പം ഈ കവർ കൊണ്ട് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് തന്നെ നമുക്ക് മാലപ്പടക്കം ചെയ്യാൻ പറ്റും. അത് മാലപ്പടക്കം ഒന്ന് കാണിച്ചേ. ഒരു ഫുൾ പാക്കേജ് ഉണ്ടല്ലേ. ഒരു വിളി വിളിച്ച സ്റ്റേജ് ഫുള്ള് ഹാൻഡിൽ ചെയ്തു. കുഴപ്പമില്ല. അടിപൊളി 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 അടിപൊളി. അപ്പം അടുത്ത നമ്മളെ ഈ വീടുകളിലേക്ക് പുട്ടുപൊടിയുടെ കവർ നമ്മൾ വാങ്ങിച്ചിട്ട് വേസ്റ്റ് കളയില്ലേ. അതെ, കളയും. അപ്പം നമ്മൾ ഈ പഴയ കാലങ്ങളിൽ ചവിട്ടി തീർക്കുന്ന നമ്മുടെ തയ്യൽ മെഷീൻ ഉണ്ട്. അതിനൊരു പ്രത്യേക ശബ്ദമുണ്ട്. അത് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. പുട്ടുപൊടി കവറിൽ. അതെ അതെ. ഓക്കെ. ഒരു പഴയ കാലത്തോട്ട് കൊണ്ടുപോയി കേട്ടോ. ആ ചവിട്ടി കറക്കിയല്ലേ. അതെ അതെ അതെ. അടിപൊളി അടിപൊളി അടിപൊളി. ഇതിൽ തന്നെ വേറെ ചെയ്യാൻ പറ്റുമോ? ഇത് തന്നെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിന് തന്നെ പല ഇതുണ്ടല്ലോ. ഇതിപ്പം ഇത് നോക്കുമ്പോൾ കട്ടി കുറഞ്ഞ ടൈപ്പുള്ള. ഓക്കെ. ഇനി കട്ടി കൂടിയ ടൈപ്പുകളുണ്ട്. ഇത് നമ്മൾ ഈ ആപ്പയോട്ടമൊക്കെ പോകുമ്പം പ്രത്യേക ശബ്ദമുണ്ട്. റോട്ടിൽ പോകുമ്പോൾ അടിച്ച് പോകുന്ന ശബ്ദമുണ്ട്. അത് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ കേൾക്കാൻ പോകുന്ന ആപ്പയോട്ടോയുടെ ശബ്ദം. അതെ അതെ. ഓക്കെ, ഇറങ്ങിക്കോട്ടെ. അടിപൊളി അടിപൊളി. അടുത്തേ അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഈ ചെറിയ കടുകളൊക്കെ, കുഞ്ഞു കുഞ്ഞു കടുകളുണ്ടല്ലോ, അതിൻ്റെ അത് ഇട്ട് കഴിഞ്ഞിട്ട് പ്രത്യേക ശബ്ദം വരും. അതിൽ നമ്മുടെ മെഷീൻ കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമുണ്ട്. അതിപ്പം ഇതിലെ കൂടി ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ കവറിൻ്റെ ഉള്ളിൽ കടുക് ഇടുക. ഷെല്ല് മാറ്റിയിടും. അങ്ങനെ ശബ്ദം. അതെ അതെ. അടിപൊളി അടിപൊളി അടിപൊളി. ഇനി എന്താണ് പിന്നെ ഉള്ളത്? ഇതുപോലെ തന്നെ നമ്മൾ ഗിഫ്റ്റ് പൊതിയുന്ന വളരെ നൈസായ സംഭവങ്ങളുണ്ട്. അതിൽ നമ്മൾ ഈ കാട്ടുതീക്ക് എത്തുമ്പോൾ പ്രത്യേക ശബ്ദമുണ്ട്. ഓക്കെ. ഇരിഞ്ഞു എത്തുമ്പോൾ അതിന് ശബ്ദമാണ്.
ഇനി തീരാറാകുമ്പോൾ എരിഞ്ഞ് കഴിയുമ്പോൾ ഒരു സാധനമുണ്ട് തീരുമ്പോൾ. ഓ, എന്നെ ഒബ്സർവേഷനാ. ഇങ്ങനെ ഓരോന്നൊക്കെ കിട്ടും, അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കുന്നു അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ക ഒബ്സർവേഷനാ കേട്ടോ. ക്ഷമ വേണം. ഈ കണ്ടെത്തലുകൾ എങ്ങനെയായിരുന്നു? സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതലേ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരു പെർഫെക്ഷൻ ലെവലിലോട്ട് എത്തണമല്ലോ ഇത് തീർച്ചയായിട്ടും. അതിപ്പം മിമിക്രി ഒക്കെ വളർന്നല്ലോ, വേറെ ലെവലായി. കയ്യിൽ ടി വിയിലൊക്കെ നമ്മൾ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഉണ്ടാവും. അന്നൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ഓരോ സ്കിറ്റുകളിലൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നേ. പിന്നെ മിമിക്രിയുടെ സ്ഥലം മാറിക്കഴിഞ്ഞപ്പോൾ ശബ്ദാനുകരണം കൂടിപ്പോയി. പിന്നെ കോമഡി ഉത്സവം വന്നു. കോമഡി ഉത്സവം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വെറൈറ്റി ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഒരുപാട് കലാകാരന്മാരെ വളർത്തിയ ഒരു പ്ലാറ്റ്ഫോമാണ് കോമഡി ഉത്സവം അല്ലേ? അതെ അതെ, സത്യം. അതിലാണോ ഈ പ്ലാസ്റ്റിക് കവറിന്റെ? അല്ല, അവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അവിടെ സിനിമാ താരങ്ങളുടെ ഡാൻസ് ആണ് കളിച്ചത് ഫസ്റ്റ്. ഡാൻസ് അത് കിട്ടായിരുന്നു, കോമന്റ് ഒക്കെ ചെയ്തതല്ലേ? അതെ അതെ അതെ. പിന്നീടാണ് അത് കഴിഞ്ഞിട്ടാണ് ഇത് പ്ലാസ്റ്റിക് കവറിന്റെ സംഭവം കൊണ്ടുവന്നത്. ടെലിവിഷനിൽ ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നത് എവിടെ നിന്നായിരുന്നു? അത് കൈല ടി വി എന്നാണ്. ഓക്കെ, അവിടുന്ന് തുടക്കം കുറിച്ച് പിന്നീട് ഇതുപോലെ തന്നെ സൂര്യ, ഏഷ്യനെറ്റ്, മഴവിൽ മനോരമ, അങ്ങനെ എല്ലാ ചാനലും കളിച്ചു. ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവത്തിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിയത്. ഇന്ന് സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യാറുണ്ട്? ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ എത്ര സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്? അത് ഒരുപാട് സ്ഥലങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫാമിലി ഒക്കെ സപ്പോർട്ടാണോ? അയ്യോ, അവരാണ് എൻ്റെ ഏറ്റവും വലുത്. അവരാണ് സപ്പോർട്ടിനെല്ലാം. ഇന്ന് ഫാമിലി കാണുന്നുണ്ട്, എന്താ പറയാനുള്ളവരോട്? എനിക്കെന്ന് പറയാം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഫാമിലിനാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അവരില്ലെങ്കിൽ നമുക്ക് ഈ കലാരംഗത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും. എല്ലാവരും പറയും നമുക്ക് സപ്പോർട്ടുണ്ട്, പക്ഷേ കൂട്ടുകാരുണ്ടെങ്കിലും ബന്ധക്കാരുണ്ടെങ്കിലും സ്വന്തം ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഫാമിലിയുടെ സപ്പോർട്ടാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സപ്പോർട്ട്. അതെ അതെ. ആ ജിനീഷ് എന്ന് പറഞ്ഞൊരു കലാകാരനുണ്ടെങ്കിൽ ഭാഗ്യവാനാ കേട്ടോ. തീർച്ചയായിട്ടും. ഈ മക്കളൊക്കെ ഈ കവർ കൊണ്ട് ചെയ്യുമോ അച്ഛനെ കണ്ടിട്ട്? അല്ല, അവർ മിമിക്രി ചെയ്യും. പിന്നെ മോള് നന്നിട്ട് വരക്കും. നടുവത്തോളം അത്യാവശ്യം എല്ലാം ചെയ്യും. സ്പോർട്സിനുള്ള കാര്യങ്ങൾ, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. ഈ മകനെ കണ്ട് വീട്ടുകാർ അഭിനന്ദിച്ചിട്ടുണ്ടോ, അല്ലെ ബഹുമാനിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എൻ്റെ മകൻ. പിന്നെന്താ, അച്ഛൻ. കാരണം അച്ഛൻ ഒരു കലാകാരനാണ്. അപ്പം അതുകൊണ്ട് അച്ഛന് അങ്ങനെ ഒരു ബഹുമാനം ഉണ്ട്. എപ്പോഴും എല്ലാവരോടും പറയും. ഈ അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ കണ്ണെന്ന് പറയുന്നത് അച്ഛനമ്മ അവരൊക്കെയാണല്ലോ നമ്മുടെ. അപ്പം ജീവിതത്തിൽ വന്ന വഴിയിൽ നിന്നെ കൊണ്ടൊക്കെ ഇത് പറ്റുവോടാ, ഈ പ്ലാസ്റ്റിക് കവറും കൊണ്ട് നീ നടക്കുക, നീയൊക്കെ ഒരു കലാകാരനാണോടാ എന്ന് വരെ നോക്കി ചോദിച്ച ആളുകളുണ്ടോ ജിനീഷ്? ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് പണ്ടൊക്കെ. ഇപ്പോഴല്ലേ നമ്മൾ ഇത്തിരിയെങ്കിലും ഒന്നും ആയത്. എന്തൊക്കെയായിരുന്നു കളിയാക്കി വാക്കുകൾ പറയുന്നത്? നമ്മൾ എന്താ പറയുക, ജോലിക്കൊന്നും പോവാതെയൊക്കെ ഇങ്ങനെ തന്നെ നടക്കുക എന്നുള്ള രീതിയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ കല്യാണം കഴിച്ച കുറച്ച് നാളൊക്കെ നമ്മൾ ട്രാഫിക് വാർഡനായിട്ടും പെയിൻറ്റിങ് പണിക്കൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഒരിടക്ക് പിന്നെ ഇങ്ങനെ മിമിക്രി ഒരിടക്ക് നടക്കുമ്പോൾ ആൾക്കാർ പിന്നെ കളിയാക്കുമല്ലോ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അതെ 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 അതെ, അങ്ങനെയൊക്കെയാണ് കളിയായിക്കൊണ്ടിരുന്നത്. ആ കളിയാക്കലിലാണ് കൂടുതൽ ആളുകൾ. ഇപ്പം എൻ്റെ വൈഫാണെങ്കിലും ഫാമിലി ആണെങ്കിലും സപ്പോർട്ട്. ഇനി ജിനീഷിൻ്റെ പേരിൽ അവർ അറിയപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും. ജിനീഷ് സങ്കടങ്ങളൊന്നും വേണ്ട. ഇന്ന് ഇവിടം വരെ ജിനീഷ് എത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് തന്ന കളിയാക്കലുകളാണ്, അല്ലെന്ന് പറയാൻ പറ്റുമോ? അതെ അതെ അതെ. ജിനീഷിൻ്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ ജിനീഷ് എന്ന് പറഞ്ഞൊരു കലാകാരനെ നിങ്ങളുടെ കുടുംബത്തിന് കിട്ടിയത് നിങ്ങൾക്ക് അഭിമാനിക്കാം കേട്ടോ. ഒരു കൈയടി കൊടുത്തു എല്ലാവരും. ശരിക്കും ഒത്തിരി സന്തോഷം. താങ്ക് യു. അപ്പോൾ ഇനി കരച്ചിലൊന്നും വേണ്ട, ഇനി പെട്ടയ്ക്കാം. അടുത്തെന്താ? അടുത്ത നമുക്ക് തുടങ്ങാം. അടുത്ത നമ്മുടെ ബുള്ളറ്റ് പോണ ശബ്ദമുണ്ട്. അത് നമ്മൾ ഇതുപോലെ തന്നെ ഈ ടെക്സ്റ്റൈലിൽ നിന്ന് വാങ്ങുന്ന വേറൊരു രീതിയിലുള്ള സംഭവമുണ്ട്. അതിന് പ്രത്യേക ഒരു ശബ്ദമാണ്. അതിലാണ് നമ്മൾ ഈ ബുള്ളറ്റിൻ്റെ ശബ്ദം കയറി പിടിക്കുള്ളേ. അപ്പം ബുള്ളറ്റ് പോട്ടെ? ബുള്ളറ്റ് പോവാം. അടിപൊളി. ഇനി അടുത്തത് ബുള്ളറ്റായി, ആപ്പയായി, ട്രെയിനായി, തീയായി, മാലപ്പടക്കമായി. അടുത്തത് നമ്മൾ മഴ പെയ്യുമ്പം ഒരു പ്രത്യേക ശബ്ദം. നിനക്ക് ഇത്രയും കത്തിച്ചത് പോലെ കത്തിച്ച മഴ പെയ്തൊക്കെ നമ്മൾ കെടുത്താൻ പോവല്ലേ? അപ്പോൾ ഓക്കെ.
താങ്ക് യു. ഞങ്ങളുടെ ഫ്ലോറിൽ തീ കെടുത്തി. താങ്ക് യു. ഈ വീട്ടിൽ മക്കളാണെങ്കിലും വൈഫാണെങ്കിലും ഈ കലാഫീൽഡിലോട്ട് ഇറങ്ങിയ സമയത്ത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും തന്നൊരു ഉപദേശം എന്തായിരിക്കും? എന്താ പറയുക, നമ്മൾ ഇപ്പം വൈഫാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കല്യാണം കഴിച്ച സമയം തൊട്ടേ അറിയാം, അതിന് മുമ്പേ അറിയാമല്ലോ നമ്മൾ കലാകാരനാണെന്ന്. ഇപ്പം ഈ ഫീൽഡിലേക്ക് തന്നെയാണ് അവർ എത്തുള്ളൂ, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ തന്നെയാണ് അത് ഇഷ്ടമെന്നുള്ള അവർക്ക് അറിയാം. ആ ഇഷ്ടത്തിന് അവരൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതെ, അതാ എനിക്ക് പെട്ടെന്ന് സങ്കടം. കാരണം അവരെ ഇല്ലെങ്കിൽ ഞാൻ വേറൊരാളെ എന്നെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വേറൊരു കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് സപ്പോർട്ട് ഉണ്ടാകത്തില്ല. അവിടെ കൊണ്ട് സ്റ്റോപ്പ്. കാരണം ഇതുകൊണ്ടൊന്നും നടക്കില്ല, ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും ഉടക്കി പോവുകയും. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ ജീവിക്കും. ഇതിൽ ചെറിയ വഴക്കൊന്നും അപ്പം ഡിവോഴ്സാണ്. പണ്ടത്തെ കാലം പോലെ അല്ലല്ല. അപ്പം അത്രയും നമുക്ക് സപ്പോർട്ട് ആവും. അപ്പം ജിനീഷിന്റെ ഫാമിലിക്ക് ഒരു ചക്കര കേട്ടോ, പ്രത്യേകം തിരക്കിന്ന് പറയണം. ഉറപ്പായിട്ടും. ഇനി അവരുമായിട്ട് നമ്മളൊരു ഇന്റർവ്യൂ എടുക്കും. ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം എന്തായാലും, അല്ലെ ഞാൻ വീട്ടിലോട്ട് വരട്ടെ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, എന്തായാലും. ഓക്കെ, ഇനി അടുത്തതിലോട്ട് എന്താ പോന്നെ? അപ്പോൾ നമുക്ക് അടുത്തത് ഈ കളർ പൊട്ടത്തില്ല. ഇപ്പം ഞാൻ നേരത്തെ മാലപ്പടക്കം പറഞ്ഞ പോലെ ഇടയ്ക്ക് അതിലിപ്പോൾ കളറുകൾ പൊട്ടാറുണ്ട്. അപ്പം നില പൊട്ടുമ്പോൾ പ്രത്യേക ശബ്ദമുണ്ട്. ഈ അത് വാഗോണ്ട് അളവ് കൂടുതൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഫോം ചെയ്യും. നമ്മൾ ഈ പൂക്കൾ അങ്ങനെ സംഭവമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഈ ആർട്ട് ഡയറക്ടേഴ്സൊക്കെ ഉപയോഗിക്കുന്ന സാധനമുണ്ട്, ഫോം പോലത്തെ. അപ്പോൾ അതിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിങ്ങനെ പൊങ്ങുമ്പോൾ ഇങ്ങനെ ശബ്ദമുണ്ട്. പിന്നെ പൊട്ടി വിരിയുമ്പോൾ അതെ. പിന്നെ ഇതൊക്കെയാണ് ഇപ്പം ഇതിൽ നിന്ന് ഞാൻ കണ്ടെത്തിയേക്കണത്. ഇത്രയും കവറിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തി. ഓക്കെ, അത് ഒത്തിരി സന്തോഷം. ഇനി ഇപ്പം ഓക്കെ, നമ്മളെപ്പോഴും ചോദിക്കും ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിക്കും. എന്തായിരിക്കും പറയാനുള്ള മറുപടി? എനിക്ക് ലൈഫിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നല്ല ജീവിക്കുക എന്നുള്ള രീതിയിൽ തന്നെ ആഗ്രഹം. ഇനി ഈ പ്രോഗ്രാം ചെയ്യുമ്പോഴും എപ്പോഴെങ്കിലും ചതിക്കപ്പെട്ടിട്ടുണ്ടോ? അതായത് പ്രോഗ്രാമിന് വിളിച്ചുകൊണ്ട് പോയിട്ട് പേയ്മെന്റ് പോലും തരാതെ പറഞ്ഞു വിട്ട നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ സംഭവമല്ല. കൂടുതൽ ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ പൈസ പറയാതെ നമുക്ക് സെറ്റാക്കാന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴും ചെറിയ പൈസയൊക്കെ തന്ന് വിട്ടിട്ടുണ്ട്. പണ്ട് ഒരു നടൻ പറഞ്ഞ എൻ്റെ ഓർമ്മയിലുണ്ട്, കൂട്ടുകാരനാന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലും, ഒരു ഡ്രസ്സോ ഷർട്ടോ മേടിച്ച് തന്നിട്ട് ഓക്കെ താങ്ക് യൂടാന്ന് പറഞ്ഞു വിടും അല്ലേ? അതെ, സത്യമായിട്ട് അതെ. ഇപ്പോഴും ചെയ്യുന്നുണ്ട് ആൾക്കാർ. ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഒരു വാല്യൂ എന്ന് പറയുന്നത് പൈസ തന്നെ നമ്മൾ വെക്കണം അല്ലേ? എപ്പോഴെങ്കിലും ജിനീഷിന് തോന്നിയിട്ടുണ്ടോ? അത് ഉണ്ട്. കാരണം പണ്ട് നമുക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. നമ്മൾ എന്താ പറയുന്ന അച്ഛനമ്മയൊക്കെ നമ്മൾക്ക് ജോലിയെടുത്ത് നോക്കിയ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. നമ്മൾ കുട്ടികളായി നമ്മളുടെ ആ ഒരു ജീവിത ഫലങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും പൈസ എന്ന് പറയുന്ന സംഭവം എന്താണെന്നുള്ളത്. എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, പൈസ വേണ്ട ബന്ധം മതി. ഒരിക്കലും അല്ല. പൈസയ്ക്ക് പൈസ വേണം എന്ന് വെച്ചാൽ അങ്ങനെ കടമ്പെടുത്തുള്ള ഒരാളും അല്ല ഞാൻ. ഓക്കെ, എന്നാൽ നമുക്ക് ഇപ്പം ഇതുകൊണ്ട് ജീവിതമാർഗം കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് ഇതിനുള്ള പൈസ വേണ്ടി വരും. അതുകൊണ്ടാണ് ഈ പൈസയുടെ ഒരു വില തിരിച്ചറിഞ്ഞൊരു നിമിഷം എപ്പോഴായിരിക്കും ജിനീഷിന്? അത് എന്താ പറയുന്ന, നമുക്കിപ്പം എന്തെങ്കിലും കാരണങ്ങൾ നടക്കാൻ പറ്റും. ഉദാഹരണം ഇപ്പം എൻ്റെ മൂന്നാമത്തെ കുട്ടിക്ക് ഇതുപോലെ തന്നെ ഓപ്പറേഷനായിട്ടാണ് പ്രസവത്തിന് ഏറ്റവും ആളെ. അപ്പം പൈസ 1 ലക്ഷം രൂപ വേണ്ടി വരും. മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിൽ പേര് പറയുന്നില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ 1 ലക്ഷം രൂപ കെട്ടി വെച്ചാലൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറയും. അപ്പം അന്നൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ ഓടി കിടന്ന് പൈസയൊക്കെ ഉണ്ടാക്കിയ സമയമുണ്ട്. അന്ന് നമ്മൾ അത്രയൊന്നും പൈസയുടെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതിനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ജീവിത സാഹചര്യങ്ങളൊക്കെ പറയണമെങ്കിൽ അമ്മച്ചീനെ കുറിച്ചൊക്കെ പറയണമെങ്കിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് പറയൂ? അല്ല, അമ്മച്ചിക്ക് അസുഖമാണ്. അമ്മച്ചിക്ക് ഒരു മെൻ്റൽ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് പണ്ട് മുതലേ. എന്നെ പ്രസവിച്ച കാലം മുതലേ അതിന് മുന്നേ ഉണ്ടായത്. എൻ്റെ സ്വന്തം അമ്മ. അപ്പം അച്ഛന് ഇഷ്ടപ്പെട്ട് കിട്ടിയ ആളാണ്. അപ്പം അങ്ങനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ ഞാനൊക്കെ ഒരുവിധമൊക്കെ ഒരുവിധമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ ഓർമ്മയില്ലാതെ പലയിടത്തൊക്കെ പോകും, നടന്നു സ്വന്തക്കാരുടെ വീട്ടിലൊക്കെ പോകുമായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞത് അച്ഛൻ സംഭവം മനസ്സിലായി. അങ്ങനെ അമ്മയ്ക്കാകാൻ എന്തെങ്കിലും മെന്റൽ കുഴപ്പമുള്ള ഒരാളാണ്. വിവാഹത്തിന് ശേഷമായിരുന്നോ? ഇല്ല, ചെറുപ്പത്തിലെ വിവാഹത്തിന് ശേഷം എന്ന് വെച്ചാൽ പ്രസവിച്ച കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അറിയുന്നത്. എന്നെ പ്രസവിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം. ഇടയ്ക്ക് ഓർമ്മ പോവും, പിന്നെ വീട്ടിലില്ലാതെ പോയി കളി എവിടെയെങ്കിലൊക്കെ. നമ്മ കൂടെ ഉണ്ടോ? അമ്മയുണ്ട്, ഇപ്പോഴും നോക്കുന്നത് ഞങ്ങൾ തന്നെ. അച്ഛനും അമ്മയുണ്ട് എൻ്റെ കൂടെ തന്നെ. അപ്പം അങ്ങനെയൊക്കെ വിഷയങ്ങളൊക്കെ ഒറ്റക്ക് വളർന്നു വന്നതാണ്. എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കി വന്നപ്പം മുതൽ ഞങ്ങൾക്ക് ഇത്രയും പോസിറ്റീവ് എനർജി വന്നൊരു മനുഷ്യനാണ് കേട്ടോ. ഞാൻ പലപ്പോഴും കേട്ടൊരു കഥയുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകളെ ചിരിപ്പിക്കുന്നവർ ഉള്ളിലായിരിക്കും ഏറ്റവും വിഷമങ്ങൾ അല്ലേ? അതാ ശരിയാ. അപ്പോൾ ലൈഫിൽ അത്ര അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട്. പക്ഷേ അച്ഛൻ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഒരുവിധ കാലം വരെ നോക്കിയ ഒരാളാണ് അച്ഛൻ. ആ അമ്മയുടെ സ്നേഹവും വാത്സല്യം എല്ലാം അച്ഛൻ നോക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. മക്കൾ എന്ത് ചെയ്യുക? മൂത്താളിപ്പോൾ ഡിഗ്രി
അത്ര രണ്ടാമത്തെ ആള് +2 ആയി. +2 ആ ആയി. മൂന്നാമത്തെ ആള് ഇപ്പോൾ 8ാം ക്ലാസ്സിലായി. മക്കളുടെ ആഗ്രഹമൊക്കെ എന്തോ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ? അവർക്ക് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആയി എന്നുള്ളതുകൊണ്ട് അവർക്ക് സന്തോഷമുള്ളൂ. സന്തോഷം. കാരണം എല്ലായിടത്തും നമ്മൾ ഒരേപോലെ പെരുമാറാൻ നടക്കൂല. ആരോട് നമ്മൾ ചതിക്കാനോ വഞ്ചിക്കാനോ പോകുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് അവർക്ക് സന്തോഷമുള്ളൂ. ചതിച്ചിട്ട് എന്തോ കിട്ടാൻ അതെ 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 അതെ. ആ സമയത്ത് പൊങ്ങി വരുവാന്നല്ലാതെ ലൈഫിലൊരു മനസ്സമ്മതം ഉറങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. ഇല്ല ഇല്ല ഇല്ല. പിന്നെ ചതിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിനപ്പുറം വേദിയിൽ എത്തുകയും ചെയ്തേനെ. അത് ചിന്തിച്ചിട്ടുണ്ടോ? അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ജിനീഷിന് ഇങ്ങനെ നിൽക്കാൻ പലരും പറഞ്ഞിട്ടുണ്ട്. ജിനീഷിന് ഈ വീട്ടിൽ നിൽക്കാൻ അറിയത്തില്ല. അറിഞ്ഞാണെങ്കിൽ ജിനീഷ് ഇപ്പോൾ വേറെ ലെവലിൽ എത്തിയേനെ. ജിനീഷിന്റെ ഒരു സ്വഭാവക്കാരനാണ് ഞാനും കേട്ടോ. അതായത് നമ്മളെയൊക്കെ എല്ലാവരും പൊട്ടനാക്കും. ഞാൻ പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഈ പൊട്ടനാക്കുക നമുക്കും അറിയാം. നമുക്കും നമ്മളെ പൊട്ടനാക്കുവാന്നറിയാം. പക്ഷെ നമ്മൾ പ്രതികരിക്കാത്തതും അല്ലെങ്കിൽ നമ്മൾ പൊട്ടനായിട്ട് നിന്ന് കൊടുക്കുന്നതും നമുക്കൊരാളെ ചതിക്കാൻ ഉള്ളതുകൊണ്ട് അറിയത്തില്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് എനിക്കോ ജിനീഷിന് നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇതിൽ ഏറ്റവും സത്യം എന്ന് പറയുന്നത് ഈ ചതിക്കുന്നവർക്ക് മാത്രമേ ഉയർച്ചയുള്ളൂ. അതാണ് ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നു പറഞ്ഞത് എന്നോട്. ഈ ഫീൽഡ് ജിനീഷിന് പറ്റിയതല്ലേ? അതെ അതെ അതെ. പക്ഷെ ജിനീഷെ ഈ ഒരു ഇന്റർവ്യൂ കഴിയുമ്പോൾ ജിനീഷ് കണ്ടോ, മലയാളികൾ ഒന്നടങ്കം ജിനീഷിനെ സ്വീകരിച്ചു. ഇനിയും അതിലേറെ ആളുകൾ സ്വീകരിക്കട്ടെ. ഇനി എന്താണ് പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കാനുള്ളത്? എന്താ പറയുന്നത്, ഇത്ര നാളെ നമ്മുടെ ഓരോ പ്രോഗ്രാമിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ ഫാമിലി കട്ടയ്ക്ക് കൂടെ കാണും കേട്ടോ. സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു. ഇനി ആ കണ്ണീരിൻ്റെ ഓരോ പ്രോഗ്രാമുകളും ജിനീഷിനെ തേടി വരും കേട്ടോ. ഇനി വിഷമിക്കുകയോ കരയുകയോ ഒന്നും ചെയ്യല്ലേ. അപ്പം ജിനീഷിൻ്റെ പ്രോഗ്രാം നിങ്ങൾ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പേഴ്സണലി ഞാൻ ഭയങ്കര ഹാപ്പി കേട്ടോ. കാരണം ഈ 2025 കാലഘട്ടത്ത് ഒരുപാട് ആളുകൾ മിമിക്രി ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാം ചെയ്യുന്ന മിമിക്രി വോയിസുകളാണ്, അല്ല ഒരാളെ കേട്ടനുകരിക്കുക. പക്ഷേ നമ്മൾ ജീവിതത്തിൽ കളയുന്ന അല്ലെങ്കിൽ കവറുകളാട്ടെ, ഇതെല്ലാം നമ്മൾ വലിച്ചെറിയുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം ശേഖരിച്ച് അതിൽ നിന്ന് ഒരു കഴിവുണ്ടാക്കി പ്രേക്ഷകരെ കാണിക്കുന്നത് പൊന്നെ. അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.